നമസ്കാരം. സ്പോർട്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്ന് ഉദ്ഘാടന മത്സരത്തിൽ പാകിസ്ഥാനും ന്യൂസിലാൻഡും തമ്മിൽ ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 7 മണിക്ക് കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ടീമിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ? മഴ പെയ്ത് കളി വാഷ് ഔട്ട് ആകുമോ? എന്താണ് വെതർ റിപ്പോർട്ട് പറയുന്നത്? അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് രണ്ട് ടീമിൻ്റെയും സാധ്യതാ പ്ലേയിങ് 11 നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. രണ്ട് ടീമിൻ്റെയും സാധ്യതാ പ്ലേയിങ് 11ലേക്ക് എത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വമ്പൻ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ്റെ ഒരു സാധ്യതാ പ്ലേയിങ് 11 നമുക്കൊന്ന് പരിശോധിക്കാം. ഷാഹിസ്ദ, ഫർഹാനും സൈബ് ആയൂബും ചേർന്ന് ഓപ്പൺ ചെയ്യും. അതിനുശേഷം സൽമാൻ അലി ആഗ, ബാബർ ആസാം, ഉസ്മാൻ ഖാൻ, കവജ നഫൈ, ഷദബ് ഖാൻ, മുഹമ്മദ് നവാസ് അല്ലെങ്കിൽ ഷഹീൻ ആഫ്രീഡി, ഫഹീം അഷ്റഫ്, സൽമാൻ മിർസ, ഉസ്മാൻ താരിഖ്. ഈ ഒരു പ്ലേയിങ് 11 കൊണ്ട് തന്നെ ഇറങ്ങാൻ തന്നെയായിരിക്കും സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ പ്ലേയിങ് 11 ഉറ്റുനോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. മറുഭാഗത്ത് എന്ത് തന്ത്രമായിട്ടായിരിക്കും ന്യൂസിലൻഡ് ഇറങ്ങുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ന്യൂസിലൻഡിൻ്റെ സാധ്യത പ്ലേയിങ് 11 ഇങ്ങനെയാണ് കാണുന്നത്. ഫിൻ അലനും ടിം സെഫർട്ടും തമ്മിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം രച്ചിൻ രവീന്ദ്ര, ഗ്ലെൻ ഫിലിപ്സ്, മാർക്ക് ചാപ്മാൻ, ഡാരൽ മിച്ചൽ സാറ്റ്നർ, ജെയിംസ് നിഷാം, മാറ്റ് ഹെൻറി, ജേക്കബ് ഡെഫി അല്ലെങ്കിൽ ലോക്കി ഫെർഗൂസൺ, ഇഷ് സൗദി. ഇതാണ് ന്യൂസിലൻഡിൻ്റെ ഒരു സാധാ പ്ലേയിങ് 11 നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത്. ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നുള്ളത് തന്നെയാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഒരു കിടിലൻ പോരാട്ടം തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും എന്നും എനിക്ക് നിസ്സംശയം പറയാനാണ് സാധിക്കും. ഇനി നമുക്ക് കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലെ പിച്ച് റിപ്പോർട്ട് എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലെ പല മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. റൺസ് ഒഴുകുന്ന പിച്ച് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇവിടെ സ്പിന്നേഴ്സിന് ഉതകുന്ന ഒരു പിച്ച് കൂടിയാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ടോസ് ഒരു നിർണായക ഘടകമായിട്ട് തന്നെ വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കാരണം ടോസ് കിട്ടുന്ന ടീം ആദ്യം ബാറ്റ് ചെയ്യാൻ തന്നെയായിരിക്കും തീരുമാനിക്കുക. പക്ഷേ ഇവിടെ സെക്കൻഡ് ബാറ്റിംഗ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം തന്നെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫസ്റ്റ് ബാറ്റിംഗ് തന്നെയായിരിക്കും ചൂസ് ചെയ്യാനുള്ള സാധ്യത എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇവിടുത്തെ വിന്നിംഗ് സ്കോർ എന്ന് പറയുന്നത് 200+ ആണ് ഇവിടുത്തെ വിന്നിംഗ് സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കിടിലം പോരാട്ടം തന്നെയായിരിക്കും കാണാനായിട്ട് സാധിക്കുക എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഇനി ഇവിടുത്തെ വെതർ റിപ്പോർട്ട് എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നല്ലതുപോലെ മഴ പെയ്യാനുള്ള സാധ്യതകളാണ് കാണുമെന്നുള്ളതാണ് വെതർ റിപ്പോർട്ട് പറയുന്നത്. കളി തുടങ്ങുന്നത് രാത്രി 7 മണിക്കാണ്. ആ സമയത്ത് തണ്ടർ സ്ട്രോം ആൻഡ് ക്ലൗഡി ആണ് പ്രതീക്ഷിക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ 41% to 99% ആണ് ക്ലൗഡി സ്കൈ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നല്ല മഴയ്ക്കും സാധ്യതകൾ കാണുന്നുണ്ടെന്നുള്ളതും പിച്ച് റിപ്പോർട്ട് തരുന്നുണ്ട്. എന്നിരുന്നാലും നല്ലൊരു കിടിലം പോരാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മത്സരം ഒലിച്ചു പോകാനും സാധ്യതകൾ കാണുന്നുണ്ട് എന്നും പിച്ച് റിപ്പോർട്ട് തരുന്ന സൂചനകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ അവിടെ നല്ലപോലെ മഴ പെയ്തിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് അതായത് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നല്ലൊരു മൂടക്കെട്ടപ്പെട്ട ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നതെന്നും പറയുന്നു. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ ഒരു കിടിലം പോരാട്ടം തന്നെ കാണാൻ സാധിക്കട്ടെ. മത്സരം ഒലിച്ചു പോകാതെ ഇരിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നല്ലൊരു കിടിലം പോരാട്ടം കാണാൻ സാധിക്കട്ടെ. ആരായിരിക്കും ഇതിൽ വിജയിക്കുക എന്നുള്ളത് നമുക്ക് വരും വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ കിടിലം പോരാട്ടത്തിനായി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് സ്പോർട്സ് ചാനൽ വീണ്ടും എത്താം.